ഹായ് ഗായ്സ്, ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ കൂടെ വേറെ ആൾ കൂടി ഉണ്ട്. അവിടെ രാജ്യം. അതെ, ഞങ്ങൾ പഠിച്ച ക്യാമ്പസിലേക്ക് ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്കൂൾ ഡേയ്സിൽ അവിടെ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ സെയിം ക്യാമ്പസിലേക്ക് ഇവൻ്റ് ഒരു സംഘടിപ്പിക്കുന്നുണ്ട്. സോ അതിലേക്ക് ഗസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർറിയൽ മൊമെൻ്റ് ആണ് ആക്ച്വലി. ലൈക്ക് നമ്മളൊക്കെ എപ്പോഴും ഡ്രീം ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു മൊമെൻ്റ് ആണ് ശരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിലും നാജിമാണെങ്കിലും വേറെ കുറേ വേദികളിൽ സംസാരിച്ചിട്ടുള്ളതാണ്, കുറേ ക്യാമ്പസുകളിൽ പോയതാണ്. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ട് ഇരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് പോകുന്ന ആ ഒരു ക്യാമ്പസിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സാറന്മാർ അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ കണ്ട കുറേ പരിചിത മുഖങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. നാജിമ് ഫുൾ സ്ട്രോങ് ആണ് അല്ലേ നാജിം? യെസ് ഗൈസ്, അപ്പം നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെയും അവിടെ ക്യാമ്പസിലേക്കൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അനസാണ് നമ്മുടെ കൂടെ പോന്നിട്ടുള്ളതെന്ന്. സോ നമ്മളവിടെ എത്താനായി. ഏകദേശം നമ്മളെ ഫോട്ടോ വെച്ചിട്ടുള്ള ബോർഡുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. സോ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് ശരിക്കും ഇപ്പം മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്രയും ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട്, അതേപോലെ അവിടെ കുറച്ച് ആൾക്കാർ NSSൻ്റെ ടീമൊക്കെ പാടെ ഇരുന്നിട്ട് അവർ ഭയങ്കര ഒരു ക്ലാപ്പിംഗ് സാധനമൊക്കെ ഫ്രം ദ ബിഗിനിങ്, റെഡ് കാർപ്പറ്റ് മൂഡിൽ ഫ്രം ദ ബിഗിനിങ് അവർ നമ്മളെ സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. യെസ്, ഒരു വാം വെൽക്കമിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സീറ്റിലേക്ക് കൊണ്ടിരുത്തി ഞങ്ങളവിടെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടോടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ വന്ന് കൈ തന്നു. നമുക്കറിയുന്ന മാനേജ്മെൻറ്റിൽപ്പെട്ട നമ്മുടെ ടീച്ചേഴ്സും അല്ലാത്ത കുറേ ആൾക്കാർ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വേദിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ വേണു സാറും അതേപോലെ ഡോക്ടർ MK മുനീർ സാറും പിന്നെ നമ്മുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള സഫറുള്ള ഡോക്ടറും കൂടിയാണ്. ഇവർ 3 പേരും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഒരു ട്രയോ ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് സോ അമേസിങ് ആൻഡ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ആക്ച്വലി അവരുടെ ഒരു ലൈക്ക് എക്സ്പീരിയൻസസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അങ്ങോട്ട് വെക്കുന്നു കോളേജിൽ പഠിച്ച സമയത്തുണ്ടായിരുന്ന കുറേ തമാശകളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തിട്ട് സെഷൻ നിന്ന് ആക്ച്വലി നമ്മളോട് പറഞ്ഞതിനേക്കാൾ കുറച്ചും അധികം ലേറ്റാണ് ശരിക്കും സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ബോറടിപ്പിക്കാതെ ഇവരുടെ ഇവൻറ്റിൽ ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഫൈനലി നമ്മൾ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. Applause to Mr. Najim Ilyas and Mr. Shibli Amin, the pride of SOHSs and the pioneers in the field of online education. May I request Mr. Shibli Amin and Najim Ilyas to share your thoughts with our dear students. ഹായ് ഓൾ. ഒരു അവസരം കിട്ടുന്ന സമയത്ത് 6th സ്റ്റാൻഡേർഡിൽ റഹ്മത്ത് സർ പഠിപ്പിച്ച ഒരു സാധനം ഫസ്റ്റ് മുന്നിലേക്ക് വരിക. എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് മൈൻഡിലേക്ക് അതാ വരിക. റെസ്പെക്ട് ഡിഗ്നിറ്ററീസ്, ഓൺ ആൻഡ് ഓഫ് ദി ഡേയ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആ സാധനമാണ് ഫസ്റ്റ് വരിക. കാരണം അത് അന്ന് അങ്ങനെയും പഠിച്ചുകൊണ്ട് പല സമയങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വേറെ കാര്യം. സോ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ്. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മക്കൾക്ക് കൊടുത്തതിലും. അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് നിങ്ങളുടെയൊക്കെ ഡ്രീംസ്? ശരിക്കും ഡ്രീം ടു റിയാലിറ്റി എന്ന് പറയുമ്പം പഠിച്ച സ്കൂളിലേക്ക് ഒരു 8 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്ന അതിലപ്പുറം ഒന്നും ഒരു ഡ്രീം ടു റിയാലിറ്റി എന്നുള്ളതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പേഴ്സണലി എനിക്ക് അറിയില്ല. ജീവിതത്തിൽ ഓരോ ക്ലാരിറ്റികളും ജീവിതത്തിന്റെ ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഡ്രീമിനെ അൾട്ടർ ചെയ്ത് പോകേണ്ടി വരും. ഇതേപോലെ ഒരുപാട് ഡ്രീമുകൾ നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ഷെയർ ചെയ്യാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള എൻ്റെ ഒരു ഡ്രീമായിരുന്നു പഠിക്കുന്ന കോളേജിൽ ഒരു ചെയർമാൻ ആവണമെന്നുള്ളത്. ലൈക്ക് ഇവിടെ മൈക്ക് കിട്ടുമ്പോഴും അത് പ്രത്യേകിച്ച് സുല്ലമിലാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു സാധനമാണ്, ഞാനൊരു സുല്ലം പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് +2 ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് സുല്ലമിൽ തന്നെയാണ്. സോ ഈ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂണിയനിൽ കയറുക, ലൈക്ക് അത് ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ ആൾക്കാർക്ക്. ലൈക്ക് കോളേജിൽ ഭയങ്കര അട്രാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഭയങ്കര കളർ കിട്ടുന്ന ഒരു ആംഗിളാണ്. സോ അവിടെ ചെയർമാൻ ആവുക എന്നുള്ളൊരു ഡ്രീം ഭയങ്കരമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഡ്രീം ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നത് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണ്. ഇന്റർവെൽ മുന്നിലേക്ക് വന്ന സമയത്ത് നമ്മളെ ഡ്രീമിനെ അവിടെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ ആ ഡ്രീമിനെ ഞാൻ ബാലൻസ് ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ മാസം ആ പഠിച്ച കോളേജിലേക്ക് ഇതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. സോ ഞാൻ ആ ചെയർമാൻ ആവുക എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ആ ഡ്രീമിനെ ഞാൻ ഓൺ ദ ഗോൾ ഞാൻ ബാലൻസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്നും കാണണം അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് എനർജീസ് തന്നുകൊണ്ടിരിക്കുന്ന കുറേ മുഖങ്ങൾ ഇന്ന് രാവിലെ എന്നും നമുക്ക് ഈ ഒരു ജേണിയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സപ്പോർട്ടാണെങ്കിലും നമ്മൾ സമ്പാദിച്ചിട്ടുള്ള സൗഹൃദങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വലിയ പോസിറ്റീവ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഒരു ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിയറിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യാതെ ആ ഫിയർ നമ്മുടെ അടുത്ത് പോകില്ല എന്നുള്ളതാണ്.
ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാലത്തുള്ള നമ്മളെ ഡ്രീമുകളെ നമ്മൾ പല രീതിയിൽ കോംപ്രമൈസ് ചെയ്യുന്നത് കുറെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആ ഫാക്ടേഴ്സിനെ കറക്റ്റ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രീമും അച്ചീവബിൾ അല്ലാത്തതല്ല. ഒരു എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ആ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ വരുന്ന ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ സുല്ലം ഞങ്ങൾക്ക് എപ്പോഴും ഒരു വലിയ റെഫറൻസ് ആയിരുന്നു. ലൈക്ക് എന്തൊക്കെ ക്വാളിറ്റിയുള്ള എന്തൊക്കെ രീതിയിൽ കുട്ടികളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിന്റെ വലിയ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് സുല്ലം തന്നെയാണ്. ഇവിടെ നിന്നാണ് ഞാൻ സുല്ലമിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ ഒരു CBSE സ്കൂളിലായിരുന്നു. അപ്പൊ ഇവിടെ വന്ന സമയത്ത് എന്റെ മുറി ഇംഗ്ലീഷ് വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു. അപ്പം ഈ സ്റ്റോറി ഞാൻ പറഞ്ഞ് ഇത് ഒരു സാർക്ക് ഭയങ്കര ഇംപ്രഷൻ ഉണ്ടാക്കി. അടുത്ത ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് എന്നോട് ഈ സ്റ്റോറി വീണ്ടും പറയിപ്പിച്ചു. ലൈക്ക് പേഴ്സണലി അത് എനിക്ക് തന്നിട്ടുള്ള എന്റെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് എന്ത് തെറ്റാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റുന്നില്ല, എന്താണ് അതിന്റെ ക്രക്സ്, അതിലേക്കാണ് ഫോക്കസ് പോകാന്നുള്ളത്. അത് ചെയ്തിട്ടുണ്ടായിരുന്ന റഹ്മത്ത് സാറാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ. അതിന് ഇപ്പോഴും ഞാനത് ഓർക്കുന്ന ഒരു സാധനം. ലൈക്ക് അവിടെ നിന്നൊക്കെയുള്ള ടേക്ക് അവേസ് എന്താണ്, ലൈക്ക് ഒരു ടീച്ചർ എന്തായിരിക്കണം എന്നുള്ള ടേക്ക് അവേസ് എന്നോട് പറയാനുള്ളത്. ഞാൻ ഈ ഒറ്റ കാര്യം വേണ്ടി വൈൻഡപ്പ് ചെയ്യാം. ലൈക്ക് തിങ്ക് ഗ്രേറ്റ് ബി ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൽ ലീല ഗിഫ്റ്റി ആക്കിത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഥർ പറയുന്ന ഒരു വാക്കുണ്ട്, വിഷസ് ആർ പോസിബിലിറ്റീസ് ഡയറക്ട് മേക്ക് എ വിഷ് എന്നുള്ളത്. അത് എല്ലാ സാധനങ്ങളും സാധ്യതകളാണ്, ആഗ്രഹങ്ങളൊക്കെ സാധ്യതകളാണ്. പക്ഷേ ഈ സാധ്യതകൾ കാണാനുള്ള ധൈര്യം നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഈ ധൈര്യം നമുക്ക് കിട്ടുന്ന പല ക്ലാരിറ്റികളാണ്, പല രീതിയിൽ നമുക്ക് അതിനോടുണ്ടാകുന്ന ഡൈവേഷൻസ് ആണ്. നമുക്ക് അതിനോടുണ്ടാകുന്ന താല്പര്യം കൊണ്ട് നമ്മൾ അതിനെ തേടി പിടിച്ച് പോകുന്നതാണ്. സോ നിങ്ങൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലൈക്ക് വെറുതെ ജീവിച്ചു പോകുന്നതിലപ്പുറത്തേക്ക് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആംഗിൾ ജീവിതത്തെ നോക്കിക്കാണാം. സോ എല്ലാവർക്കും ഒറ്റ വാക്കിലെ വിഷ് യു ഓൾ ദ ബെസ്റ്റ് and go ahead. Thank you. Thank you, Shibli Amin. May I request Najim Ilyas to address again. അയാൾ ഷിബിലി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ നിർമ്മല സീതാരാമൻ മെൻഷൻ ചെയ്തതിന് ശേഷം പല രീതിയിൽ ഒരുപാട് വേദികളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം പ്രൗഡായിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന ഒരു വേദി മറ്റൊന്നില്ല എന്നുള്ളത്. നമ്മൾ ഏത് പാത്ത് ഏത് ഗോൾ അത് ചൂസ് ചെയ്യുന്നില്ലല്ലേ പറ്റും. നമ്മളെ സെൽഫായിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന, സെൽഫായിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഫയർ എന്ത് എന്ന് ഇഗ്നൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫയർ മനസ്സിലാക്കിക്കൊണ്ട് അതിനോടനുബന്ധിച്ചുള്ളൊരു കരിയറിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ ലീഡർഷിപ്പ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് എപ്പോഴും നല്ലത് എനിക്കൊരു സെൽഫായിക്കൊണ്ട് തുടങ്ങുന്നതാണ് എനിക്ക് വേണ്ടത്. നമുക്കൊക്കെ ഞങ്ങളെ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു 2000ഓളം 3000ഓളം കുടുംബങ്ങളിലേക്ക് ബ്രെഡ് വിന്നിങ് ആവാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞത് തന്നെയാണ് ഞങ്ങളെ എന്നും മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം ഗോളും ഒരിക്കലും ഒരു എൻഡ് ചെയ്യുന്ന ഒരു ഗോളായി മാറ്റരുത്. ഇപ്പോൾ ഇന്റർവെല്ലിനെ സംബന്ധിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവെല്ലിന്റെ വിഷൻ എന്ന് പറയുന്നത് എ വേൾഡ് വെയർ എഡ്യൂക്കേഷൻ അഡാപ്റ്റ്സ് ടു ഈച്ച് ലേണേഴ്സ് യൂണിക് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ആണ്. ഈ ഏതൊരു കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ നീഡ്, ഒരു പേഴ്സണലൈസ്ഡ് നീഡുള്ള ഏത് നീഡാണെങ്കിലും, ഇപ്പോൾ ഇന്ന് യുഗമാണ്, ഓരോരുത്തരെ സംബന്ധിച്ച് യുഗങ്ങളുണ്ടാവും. അതുപോലെ ഓരോ പ്രൊഡക്റ്റിലേക്കും ഓരോ സർവീസിലേക്കും ആയിക്കൊണ്ട് എത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിഷൻ. അപ്പോൾ ആ വിഷൻ എന്ത് ചെയ്യില്ല, ഒരു കാലത്തും തീരൂല. നമ്മൾ ഒരു ഓൺട്രപ്രണറായി നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഒരിക്കലും ഓൺട്രപ്രണറായി അല്ലെങ്കിൽ ഇങ്ങനൊരു എംപയർ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഫുള്ളി +2 പ്ലാൻ ചെയ്ത് വന്നൊരു പോയിന്റിലല്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരുടെ ജേണി എടുക്കുകയാണെങ്കിലും ഷിബിലിനെ സംബന്ധിച്ച് ഷിബിലി ആയാലും ഞങ്ങൾ ഓരോ കൗഫൗണ്ടേഴ്സ് ആണെങ്കിലും അവരുടെ എല്ലാവരും പ്ലാൻ ചെയ്ത് വന്നൊരു ജേണിയിൽ നിന്ന് അതിലേക്ക് മാറുമ്പം ഓരോ പേടികളിലൂടെ ഞങ്ങൾ പോയിരുന്നത്. അത് നിങ്ങൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നിങ്ങളെല്ലാവരുടെയും ഫസ്റ്റ് നിങ്ങളൊരു പ്രോബ്ലം കാണുന്ന സമയത്ത് അതിന് കുറ്റം പറയാന്നുള്ള രീതിക്കുപരി നിങ്ങൾ ഇതിന് എന്താണ് സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ്, ഒരു കമ്പനി നമ്മൾ എന്താണ് എന്നുള്ളതിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ ഇനി കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ദീർഘിപ്പിക്കില്ല, നിങ്ങളെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. പക്ഷേ ഞാൻ ഷിബിലി പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ സുല്ലമെന്ന് ഇറങ്ങുമ്പോഴും സുല്ലമിനെ കുറിച്ച് പറയുമ്പോഴാണ് സുല്ലമിൻ്റെ വില ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഞങ്ങളൊക്കെ ഭയങ്കര പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര അസൂയോട് നോക്കലുണ്ട്. അത് നിങ്ങൾക്ക് അത് ഒരിക്കൽ പോലും നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് അറിയില്ല. അത് നിങ്ങൾ ഇന്ന് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരുന്ന ഈ എക്സ്പോഷേഴ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ളൊരു വലിയ ഫ്യൂവലാവും എന്ന് തന്നെ പറയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ തെളിയിക്കുന്നില്ല. താങ്ക് യു നാജിം. ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ ഒരുപാട് നോക്കി കണ്ടിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി ആസ്പയറിൽ ഇൻസ്പയറിങ് സ്റ്റുഡൻസ് അങ്ങനെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ ടൈം കൺസ്ട്രെയിൻറ്റ് വളരെ കുറവായതുകൊണ്ട് ഓൾമോസ്റ്റ് 145 ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യമുള്ള 2 പേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു അവസരം നൽകാം. കുട്ടികളൊക്കെ റെഡിയാണെന്നറിയാം. ഒരു 2 ആൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം നൽകാം. ഓക്കെ. ഞാൻ ജ്യോതിർമൻ. ഇപ്പോൾ ലോകത്തിന് തന്നെ ഒരു മാതൃകായ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഫിൻലാൻഡിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആ ഫിൻലാൻഡിനെ ഒരു അതിശയിപ്പിച്ച ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്തത്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് കുറച്ചൊന്ന് പറയാമോ? ഫിൻലാൻഡിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോ സ്കാൻഡിനേവിയൻ കൺട്രീസിലേക്ക് നോക്കുമ്പോഴും അവിടെ എല്ലായിടത്തും അവർ ഓരോ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം ചില ഏരിയയിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ എക്സ്പേർട്ടൈസും അവരുടെ എക്സ്പേർട്ടൈസും നമ്മൾ അവിടെ ഒരു കൊളാബറേഷൻ മോഡലിലേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം Hello, I'm Yara.
What does success mean to you now? And has your definition of it changed since you started? ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊരു ബ്രെഡ് വിന്നിങ്, നമ്മളെ ഫാമിലിക്ക് ബ്രെഡ് വിന്നിങ് ആവാന്നുള്ള, ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു പോലീസ് ഓഫീസറാണ്. അത് ചിലപ്പം എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ആവാം, അല്ലെങ്കിൽ ചില മൂവീസ് ആവാം, വാട്ടർ. സോ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ലൈക്ക് ഇഫ് ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ആ പോലീസ് ഓഫീസർ ആവുന്ന സമയത്തിലേക്ക് എനിക്ക് എൻ്റെ ഫാമിലിയെ മാത്രമായിരിക്കും എനിക്ക് ഫീഡ് ചെയ്യിക്കാൻ പറ്റുക. ഇന്ന് ഞാൻ കാരണം ഏകദേശം 3000-ലേറെ ആൾക്കാർ ഫീഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് ലൈക്ക് അതിനെ ഞാൻ സക്സസ് ആയിട്ട് മെഷർ ചെയ്യുന്ന ഒരു എലമെന്റ്. I think I'm answered. Thank you, Shibli Amin, and thank you, Najim Ilyas, for your valuable time spending with our students, giving us a vision and mission of how. യെസ്, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് അവാർഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നാജിമിനും എനിക്കും നമുക്ക് മുനീർ സാർ തന്നായിരുന്നു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വെരി ഹാപ്പി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഫറുള്ള ഡോക്ടർ എടുത്തായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ടീച്ചേഴ്സ് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്തു. ദാറ്റ് വാസ് സോ എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ. വീട്ടിലെത്തിയതിനു ശേഷം എൻ്റെ വീഡിയോ ഞാൻ തന്നെ കണ്ട് പുളകിതനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനിയത്തി ഉള്ളവക ഊക്കലുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഇരുന്നിട്ട് ഫുൾ ഇവൻറ്റ് കണ്ടു തീർത്തു. കുറേ ടീച്ചേഴ്സിൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു. ലൈക്ക് 6th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിപ്പിച്ചിട്ടുള്ള +2 വരെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, കാറ്ററിങ്ങിലുണ്ടായിരുന്നു. സോ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. വളരെ സന്തോഷം. ലൈക്ക് ഇതൊക്കെ തന്നെയാണ് ഹാപ്പിനെസ്. ലൈക്ക് നമുക്ക് കിട്ടുന്നൊരു ഡോപ്പമിൻ ലെവലും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതൊക്കെ വേറെ ഒന്നിനും കിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. സോ വെരി ഹാപ്പി ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ ബൈ.